ലൈഫ് ലൈനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ മിഥുൻ ചാക്കോ ജോൺ ആണ്. അദ്ദേഹം തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓൺകോളജി വിഭാഗത്തിൻ്റെ ഹെഡ് കൂടിയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്താണ് സ്തനാർബുദം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്നതിനെ കുറിച്ചിട്ട് ഒന്ന് വിവരിക്കാം. ഉറപ്പായിട്ടും. അപ്പോൾ സ്തനാർബുദത്തെക്കുറിച്ച് നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും എന്താണ് സ്തനാർബുദം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സ്തനാർബുദം സിമ്പിളായിട്ടുള്ള ടേംസിൽ പറയുകയാണെങ്കിൽ സ്തനത്തിലെ കോശങ്ങളിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള വളർച്ചയാണ്. ഈ അമിതമായിട്ടുള്ള വളർച്ച കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട്, ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ അടുത്തേക്ക് രോഗികൾ വരുന്നത് സ്തനത്തിൽ കടലകൾ, തടിപ്പ് മാതിരി കാണുന്നൊരവസ്ഥയാണ്. അപ്പോൾ സ്തനങ്ങളിലെ കോശങ്ങൾ അമിതമായി വളരുന്നു, അത് കാരണം കൊണ്ടുണ്ടാവുന്ന തടിപ്പ്, അല്ലെങ്കിൽ സ്തനത്തിൻ്റെ വലിപ്പ വ്യത്യാസം. പക്ഷെ ചിലപ്പോൾ നമ്മൾ കാണുന്നത് മുലക്കണ്ണിൽ നിന്ന് രക്തം വരുന്നതോ, മുലക്കണ്ണിൽ നിന്ന് എന്തെങ്കിലും വെള്ളം മാതിരി വരുന്ന അവസ്ഥ, മുലക്കണ്ണ് ഉള്ളിലേക്ക് വലിയുന്ന അവസ്ഥ, ചിലപ്പം സ്തനത്തിൻ്റെ തൊലി കട്ടി കൂടുന്നതും ഈ ഓറഞ്ചിൻ്റെ തൊലി മാതിരി കട്ടി കൂടുന്ന അവസ്ഥ, ഇതെല്ലാം സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പലപ്പോഴും ചില ഘട്ടങ്ങളിൽ നമ്മുടെ അടുത്തേക്ക് രോഗികൾ വരുന്നത് സ്തനത്തിൽ ചിലപ്പോൾ തടിപ്പ് അവർ കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പം കക്ഷത്തിലെ കടലകളായിട്ട് വരുന്നതാകാം. പക്ഷെ പലപ്പോഴും രോഗികൾ നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, സ്തനാർബുദം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷെ പലപ്പോഴും രോഗികൾ നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ട് അവർ പറയുന്നത് വേദന ഉണ്ടായിരുന്നില്ല, വേദനയില്ലാത്തൊരു തടിപ്പായിരുന്നു, അത് കാരണം അത് കുഴപ്പമില്ലാത്ത ഒരു തടിപ്പാണെന്ന് വിചാരിച്ചു എന്നുള്ളത്. അപ്പം സ്തനാർബുദത്തിലും സ്തനത്തിലെ തടിപ്പുകളെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്തനാർബുദത്തിലെ തുടക്കത്തിലുള്ള തടിപ്പുകൾക്ക് വേദന ഉണ്ടാവില്ല. സ്തനാർബുദത്തിലും വേദന വരാം, പക്ഷേ അത് വളരെയധികം ലേറ്റ് ആയിട്ടുള്ളൊരു ഘട്ടത്തിലാണ് സ്തനാർബുദത്തിൽ വേദന വരാനുള്ള സാധ്യതയുള്ളത്. തുടക്കത്തിൽ തടിപ്പുകൾ മാത്രമായിരിക്കും. അപ്പോൾ സ്തനത്തിൽ എന്തെങ്കിലും തടിപ്പുകൾ ഉണ്ട് എങ്കിൽ ഉടനെ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലണം. മെജോറിറ്റി, ഏകദേശം 85-90% തടിപ്പുകളും ക്യാൻസർ ആവണമെന്നില്ല. വളരെ റെയറായിട്ട് മാത്രമാണ് ക്യാൻസർ ആകാനുള്ള സാധ്യതകളുള്ളൂ. പക്ഷേ വളരെ ചെറിയ തടിപ്പിൻ്റെ ഒരു സ്റ്റേജിൽ നമുക്ക് ക്യാൻസർ അല്ലെങ്കിൽ സ്തനാർബുദമാണ് എന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുക, നമുക്ക് എങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക? ആദ്യത്തെ കാര്യം തന്നെ മാമോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ എക്സ്റേസ് കടത്തിവിട്ട് അതിൻ്റെ ഒരു ഫിലിം എടുത്ത് അതിൽ തടിപ്പുകൾ എത്രത്തോളം ഉണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു തടിപ്പ് മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ, ചിലപ്പോൾ 1-2 തടിപ്പുകൾ ബ്രസ്റ്റിൽ ഉണ്ടാവാം. അത് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു മാർഗമാണ് ഈ ഒരു മാമോഗ്രഫി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് ബയോപ്സി എന്ന് പറയുന്നത്. ബയോപ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു തടിപ്പാണെങ്കിലും ആ തടിപ്പിൽ നിന്ന് വളരെ ചെറിയൊരു പീസ് ഒരു സിറിഞ്ചിലെടുത്ത് അത് എന്ത് തരത്തിലുള്ള അസുഖമാണ് എന്നറിയാൻ, അത് ക്യാൻസർ ആണോ അതോ ക്യാൻസർ അല്ലാത്ത എന്തെങ്കിലും തടിപ്പുകളാണോ എന്ന് അറിയാനുമുള്ളതാണ്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആണോ എന്ന് ഉറപ്പിക്കാനും നമുക്ക് ബയോപ്സി ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സ്തനാർബുദമാണ് എങ്കിൽ അത് എന്ത് തരത്തിലുള്ള സ്തനാർബുദമാണ് എന്ന് അറിഞ്ഞ് അതിനനുസരിച്ചുള്ള ചികിത്സകൾ കൊടുക്കുക. സ്തനാർബുദമാണ് എന്ന് ഉറപ്പിക്കണം, അടുത്തത് എന്ത് തരത്തിലുള്ള സ്തനാർബുദമാണ് എന്നുള്ളത് അറിയണം, പിന്നെ സ്തനാർബുദത്തിൻ്റെ വ്യാപ്തി, ഇതനുസരിച്ച് നമ്മൾക്ക് സർജറി അല്ലെങ്കിൽ കീമോതെറാപ്പി, ചിലപ്പോൾ റേഡിയേഷൻ, ചിലപ്പോൾ ഹോർമോണൽ ടാബ്ലറ്റ്സ്, ഇതിൻ്റെ എല്ലാം ചികിത്സാ വിധികൾ പലതരത്തിലുള്ളതാണ്. അപ്പോൾ ചില സ്തനാർബുദത്തിന് നമ്മൾ കീമോതെറാപ്പി എന്തായാലും വേണം എന്ന് പറയും, ചില സ്തനാർബുദത്തിന് നമ്മൾക്ക് കീമോതെറാപ്പി വേണ്ട, ചിലപ്പോൾ ഹോർമോണിൻ്റെ ഗുളികകൾ മാത്രം മതി. ചില കണ്ടീഷൻസിൽ വളരെ തുടക്കത്തിലുള്ള സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ആ കടല മാത്രമായിട്ട് റിമൂവ് ചെയ്യണ ചികിത്സാവിധികൾ മതി. അപ്പോൾ അതെല്ലാം ഈ ഒരു ബയോപ്സിയും പിന്നെ അസുഖത്തിൻ്റെ വ്യാപ്തിയും അനുസരിച്ചാണ് നമ്മൾ ചികിത്സാ വിധികൾ തീരുമാനിക്കുന്നത്. കോമൺ ആയിട്ടും സ്ത്രീകൾക്കാണ് വരുന്നത്. അപ്പോൾ ഏത് പ്രായം തൊട്ടായിരിക്കണം അവരത് പരിശോധിച്ച് തുടങ്ങേണ്ടത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഈ സ്തനാർബുദം, പണ്ട് നമ്മൾ സ്തനാർബുദത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സ്തനാർബുദം എപ്പോഴും പ്രായമായിട്ടുള്ളവരിൽ മാത്രം കാണുന്ന ഒരു അസുഖമായിട്ടാണ് സ്തനാർബുദം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്തനാർബുദം നമ്മൾ എസ്പെഷ്യലി
ഇന്ത്യയിൽ കാണുന്നത് കുറച്ചും കൂടി യങ്സ്റ്റേഴ്സിലാണ്. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 30 വയസ്സുള്ള ഒരാൾ, 35 വയസ്സുള്ള ഒരാൾ എന്തെങ്കിലും ഒരു ബ്രസ്റ്റിൽ തടിപ്പായിട്ട് വന്നാൽ നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ കൂടി ഇല്ലായിരുന്നു. നമ്മളത് കുഴപ്പമില്ല, പ്രശ്നമുള്ളതാകില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ ചെറുപ്പത്തിലുള്ള ആൾക്കാർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ യൂഷ്വലി നമ്മൾ കാണുന്നത് ഒരു 45-50 വയസ്സാണ് നമ്മൾ എൻ്റെ ഒ പിയിലൊക്കെ വരുന്നതും ജനറലി നമ്മളുടെ നാട്ടിലും കാണുന്ന ഒരു ഏജ് ഗ്രൂപ്പ്. പ്രായമായിട്ടുള്ളവരിലും വരാം. പ്രായമാകും തോറും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള റിസ്ക് കൂടുന്നതായിട്ട് കാണാം. ഇപ്പം സ്തനാർബുദം സ്ത്രീകളിലാണ് കോമൺ ആയിട്ട് കാണുന്നതെങ്കിലും പുരുഷന്മാരിലും കാണാം. അപ്പോൾ പുരുഷന്മാരിലും തടിപ്പുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറിൻ്റെ ഹെൽപ്പ് തേടണം, ചികിത്സകൾ ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ പുരുഷന്മാരിലും കാണാവുന്ന ഒരു അസുഖമാണ് ഈ സ്തനാർബുദം എന്ന് വെച്ചാൽ. ഈ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും. അപ്പം ഇത് സ്വയം സ്ഥാന പരിശോധനയുടെ കാര്യമാണ്. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് നമ്മൾ യൂഷ്വലി മാമോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളുടെ ഒരു സമൂഹത്തിൽ മാമോഗ്രഫി നമ്മൾ യൂഷ്വലി പറയാറുള്ളത് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എല്ലാ കൊല്ലവും മാമോഗ്രഫി ചെയ്ത് എന്തെങ്കിലും തടിപ്പുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മാമോഗ്രഫി എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു ടെസ്റ്റല്ല, അത്ര ചിലവേറിയതുമല്ല. നമുക്ക് ഒരുവിധം എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും മാമോഗ്രഫി ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഏവർക്കും പോയി അത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ മാമോഗ്രഫിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൈകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത കഴലകളും നമുക്ക് മാമോഗ്രഫിയിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ബയോപ്സി എടുത്ത് എന്ത് തരത്തിലുള്ളതാണ് എന്നറിഞ്ഞ് നമുക്ക് മുന്നോട്ട് നീങ്ങാനും പറ്റും. ഇപ്പോൾ ഇത് ഭയങ്കര ചിലവേറിയ ഒരു ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ഇതല്ല. നമ്മളത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വളരെ തുടക്കത്തിലുള്ള സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് സ്തനാർബുദം ഒരു 90% പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. യൂഷ്വലി നമ്മൾ പറയാറുള്ളത് 20 വയസ്സ് മുതലേ സ്വയം സ്തന പരിശോധന നമുക്ക് ചെയ്യാവുന്നതാണ്. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എല്ലാ കൊല്ലവും മാമോഗ്രഫി ചെയ്യാം. എല്ലാ കൊല്ലവും ചെയ്യാൻ പറ്റണില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 കൊല്ലം കൂടുമ്പോഴെങ്കിലും മാമോഗ്രഫി ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്തനാർബുദത്തിൻ്റെയും ഒരു തുടക്കത്തിലുള്ള സ്റ്റേജിൽ കണ്ടുപിടിക്കാം. തുടക്കത്തിലുള്ള സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതൊരു ജീവിതശൈലി രോഗമായി കണക്കാക്കാമോ? അങ്ങനെയാണെങ്കിൽ ഈ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ ഇതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമോ? ഉറപ്പായിട്ടും. ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ജീവിതശൈലി രോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടിരുന്ന ക്യാൻസർ ഗർഭാശയത്തിൻ്റെ അറ്റഭാഗത്തുള്ള സർവൈക്കൽ ക്യാൻസറാണ്. അതായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് കണ്ടിരുന്ന ക്യാൻസർ. 2ാമത്തെയും 3ാമത്തെയും പൊസിഷനിലാണ് സ്തനാർബുദം ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ മാറുന്ന ജീവിതശൈലി കൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്നു. ഇന്ത്യയിൽ ഇപ്പം സ്ത്രീകളിൽ കണ്ടുപിടിക്കപ്പെടുന്ന ക്യാൻസറുകളിൽ ഏകദേശം 24 മുതൽ 25% വരെ ബ്രസ്റ്റ് ക്യാൻസറാണ് സ്തനാർബുദം. അപ്പോൾ 4 സ്ത്രീകളിലുള്ള 4 ക്യാൻസറുകളിൽ ഒരു ക്യാൻസർ സ്തനാർബുദമാണ്. അത് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. എസ്പെഷ്യലി കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്തനാർബുദം റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരളം. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണത്തിലുള്ള മാറ്റങ്ങളുമാണ്. അമിതവണ്ണം സ്തനാർബുദത്തിൻ്റെ തോത് വളരെയധികം കൂട്ടുന്നതായിട്ട്. അപ്പോൾ അമിതവണ്ണവും നമ്മളുടെ വ്യായാമമില്ലായ്മയും സ്തനാർബുദം കൂട്ടുന്ന ഒരു കാരണം കാണുന്നുണ്ട്. അതേമാതിരി തന്നെ അമിതമായിട്ടുള്ള മദ്യപാനം, പുകവലി, ഈ ജീവിതശൈലീ രോഗങ്ങൾ ആയിട്ട് ക്യാൻസർ സ്തനാർബുദത്തിനെ എസ്പെഷ്യലി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അമിതവണ്ണം കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ബ്രസ്റ്റ് ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതും ഇൻസിഡൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ 2030 ആവുമ്പോൾ വീണ്ടും ബ്രസ്റ്റ് ക്യാൻസർ സ്തനാർബുദത്തിൻ്റെ തോത് കൂടാനുള്ള സാധ്യതകളാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും മെയിൻ ആയിട്ടുള്ള റിസ്ക് ഫാക്ടറായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അമിതവണ്ണം അഥവാ ഒബീസിറ്റിയാണ്. അപ്പോൾ ഒബീസിറ്റി കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ
ഈ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതകൾ, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറ്റവും കൂടുതലായിട്ട് അമിതവണ്ണം മൂലമുണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ പോസ്റ്റ് മെനോപോസൽ പീരീഡ്സ് നിന്ന സ്ത്രീകളിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ, ഒരു 55 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടറാണ് അമിതവണ്ണം. അപ്പോൾ അമിതവണ്ണം ഈ ഒരു ജീവിതശൈലി രോഗമായിട്ട് മാറുന്നു, ക്യാൻസറും ഒരു ജീവിതശൈലി രോഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റേജുകൾ? അതായത് ഈ അർബുദത്തിന് പല തരത്തിലുള്ള സ്റ്റേജുകളുണ്ട്, അതുപോലെ പല തരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. ഈ ബ്രസ്റ്റ് ക്യാൻസർ, ഇപ്പം നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഏത് ക്യാൻസർ ആയാലും അതിനെങ്ങനെയാണ് മാരകമാക്കുന്നത്? ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ, ബ്രസ്റ്റിലൊരു തടിപ്പ് വരുന്നു, ആ തടിപ്പ് വലുതാവുന്നു, അത് വളരെ വലിയൊരു തടിപ്പാകുന്നു, അത് ചിലപ്പോൾ അതിനകത്തുനിന്ന് പൊട്ടി ബ്ലീഡിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ പഴുപ്പ് മാതിരി വരാം. പക്ഷെ അതിനേക്കാളെല്ലാം ഏറെ ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെയാണ് മരണകാരണമാകുന്നത്? ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദം മരണകാരണമാവുന്നതിൻ്റെ മെയിൻ കാരണം ഈ ക്യാൻസർ, ഞാൻ നേരത്തെ പറഞ്ഞു, സ്തനത്തിലെ കോശങ്ങളിലെ അമിതമായിട്ടുള്ള വളർച്ചയാണ് സ്തനാർബുദം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ അമിതമായിട്ടുള്ള വളർച്ച എങ്ങനെയാണ് മരണകാരണമാവുന്നത്? ഈ ക്യാൻസർ കോശങ്ങൾ ബ്രസ്റ്റിൽ നിന്ന് വേർപെട്ട് വേറെ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നതാണ് ഇതിൻ്റെ മരണകാരണമാവുന്നത്. അപ്പോൾ സ്പ്രെഡ് ആവുന്നതെന്ന് പറഞ്ഞാൽ ബ്ലഡിലൂടെ ആവാം, അല്ലെങ്കിൽ വേറെ ലിംഫാറ്റിക് ചാനൽസ് എന്ന് പറഞ്ഞിട്ടുള്ള കടലകളുടെ ചാനലുകളിൽ കൂടെ നമുക്ക് വേറെ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവാം. അപ്പോൾ ബ്രസ്റ്റിൻ്റെ ക്യാൻസർ ബ്രസ്റ്റിൽ നിന്ന് ശ്വാസകോശത്തിലേക്ക്, ലങ്സിലേക്ക് വരുന്നു, ലിവറിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്, തലച്ചോറിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്, എല്ലുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് സെക്കൻഡറീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്തനാർബുദം പ്രൈമറി ക്യാൻസർ ആയിട്ട് നമ്മൾ പറയുന്നു. ഈ പ്രൈമറി ക്യാൻസർ വേറെ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നതായിട്ട് കാണാം. ഈ സ്പ്രെഡ് ആയിട്ടുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് മരണകാരണമാകുന്നത്. ഇപ്പം സ്തനാർബുദം ബ്രെയിനിലേക്ക് സ്പ്രെഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ ബ്രെയിൻ മെറ്റാസ്റ്റാസിസ്, ബ്രെയിൻ സെക്കൻഡറീസ് വരുന്നു, അത് മരണകാരണമാകാം. ലിവറിലേക്ക് സ്പ്രെഡ് ആവുന്നു, ലിവറിലേക്ക് സ്പ്രെഡായിട്ട് ലിവറിൻ്റെ പ്രവർത്തനം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വരാം. എല്ലുകളിലേക്ക് സ്പ്രെഡ് ആവാം, എല്ലുകളിലേക്ക് സ്പ്രെഡായിട്ട് ബോൺ പെയിൻ, വളരെയധികം പെയിനുകൾ ഉണ്ടാവാം. ഫ്രാക്ചറുകൾ, ഇപ്പം എല്ലിന് ക്ഷതം സംഭവിക്കുന്നു, എല്ലിന് വീക്കം വരുന്നു, ഫ്രാക്ചറുകൾ ഉണ്ടാവുന്നു. അപ്പോൾ സെക്കൻഡറി ഫ്രാക്ചേഴ്സ്, ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ വേറെ ഭാഗങ്ങളിൽ. അപ്പോൾ ക്യാൻസർ ആസച്ചും ബ്രസ്റ്റ് ക്യാൻസറും മരണകാരണമാകുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാരണം വേറെ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നതാണ്. ഇത് തന്നെയാണ് ഇതിനെ കൂടുതൽ ഡേഞ്ചർ ആക്കുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ അസുഖം, ഇപ്പോൾ ബ്രസ്റ്റിൽ മാത്രം നിൽക്കുന്നൊരു ക്യാൻസർ ആണെങ്കിൽ ഒരു പക്ഷേ ക്യാൻസർ റിമൂവ് ചെയ്യുന്നതിലൂടെയും വേറെ ചെറിയ ചികിത്സകൾ എടുക്കുന്നതിലൂടെയും നമുക്ക് ചിലപ്പം ഈ ഒരു ചികിത്സ നിർത്താൻ പറ്റും, വരാനുള്ള സാധ്യതകൾ കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇപ്പം ഈ ഒരു അസുഖം കക്ഷത്തിലെ കടലുകളിലേക്ക് സ്പ്രെഡായിരിക്കുകയാണെങ്കിൽ വേറെ മൈക്രോസ്കോപ്പിക്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, നമ്മളിപ്പോൾ സർജറി ചെയ്ത് റിമൂവ് ചെയ്താലും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കോശങ്ങൾ, ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൽ അവശേഷിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് പിന്നീടുള്ള ഘട്ടങ്ങളിൽ വേറെ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവാനും ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കീമോയുടെ ആവശ്യകത വരാം, റേഡിയേഷൻ്റെ ആവശ്യകത വരാം. ഇതെല്ലാം സ്റ്റേജ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ബ്രസ്റ്റിൽ മാത്രം വളരെ ചെറിയ കടലയായിട്ട് നമുക്ക് അവശേഷിച്ച് നിൽക്കാം, അത് ഒന്നാമത്തെ സ്റ്റേജിലുള്ള ഒരു അവസ്ഥയാകാം. കക്ഷത്തിലുള്ള കടലകളിലേക്ക് ചെറുതായിട്ട് സ്പ്രെഡായിട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരാം. മൾട്ടിപ്പിൾ ആയിട്ടുള്ള കടലകൾ കക്ഷത്തിലെ അല്ലെങ്കിൽ ഈ കോളർ ബോണിന് മുകളിലത്തെ കടലകളിലേക്ക് വരികയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരാം. വേറെ അവയവങ്ങളിലേക്ക്, ഇപ്പോൾ ബോൺ, എല്ലിലേക്കോ ലിവറിലേക്കോ ലങ്സിലേക്കോ വേറെ ഭാഗങ്ങളിലേക്ക് അസുഖം സ്പ്രെഡ് ആവുകയാണെങ്കിൽ അത് നാലാമത്തെ സ്റ്റേജിലാണ്. അപ്പോൾ നാലാമത്തെ സ്റ്റേജിലായാൽ നമ്മൾ പ്രാക്ടിക്കലി പറയാറുള്ളത്, ഒരു പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ഒരു നമ്മുടെ സാങ്കേതിക വിദ്യ വെച്ച്, നമ്മുടെ മരുന്നുകൾ വെച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ബ്രസ്റ്റ് ക്യാൻസർ, എല്ലാ ക്യാൻസറുകളും അല്ല, ബ്രസ്റ്റ് ക്യാൻസറിൽ നാലാമത്തെ സ്റ്റേജിൽ പലപ്പോഴും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായേക്കാം. പക്ഷേ ചികിത്സ ഇല്ല എന്നല്ല, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല രീതിയിലുള്ള ചികിത്സ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അസുഖം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും നമുക്ക് ആളുടെ രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നോർമലായിട്ട് ആളുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് പോകാനും ആളുടെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാനും നമ്മളുടെ ചികിത്സ കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി സുപരിചിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി പല പ്രായമായിട്ടുള്ള സ്ത്രീകളും ആശുപത്രികളെ സമീപിക്കാറുണ്ട്. അത് എത്രത്തോളം റിസ്ക് ഫാക്ടർ ഉണ്ട് അതിൽ? അല്ല, ഡെഫിനറ്റ്ലി പണ്ട് നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുത്തിരുന്നത് ഈസ്ട്രജനിക് റീപ്ലേസ്മെൻറ്റ് മാത്രമാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കമ്പൈൻഡ്
തെറാപ്പി, ഹോർമോണൽ തെറാപ്പിയാണ് കൊടുക്കുന്നത്. ഈസ്ട്രജൻ മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്തനാർബുദത്തിനുള്ള റിസ്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ സ്തനാർബുദത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു, പലതരത്തിലുള്ള സ്തനാർബുദങ്ങളുണ്ട്. പീരീഡ്സ് നിന്ന അവസ്ഥയിൽ ഉണ്ടാവുന്ന സ്തനാർബുദത്തിന് ഈ ഒരു അമിതവണ്ണം വളരെയധികം റിസ്ക് കൂട്ടുന്നുണ്ട്. അതേമാതിരി തന്നെ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വളരെയധികം റിസ്ക് കൂട്ടുന്നുണ്ട്. വളരെയധികം ലേറ്റായിട്ട് കുട്ടികൾ ഉണ്ടാവുമ്പം ശരീരത്തിൽ ഈസ്ട്രജൻ്റെ എക്സ്പോഷർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്തനാർബുദത്തിനുള്ള റിസ്ക്, പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഇല്ലാതിരിക്കുന്ന, മുലപ്പാൽ കൊടുക്കാതിരിക്കുന്ന അവസ്ഥയും റിസ്ക് കൂട്ടുന്ന അവസ്ഥയാണ്. അപ്പം ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ സ്ത്രീകളുടെ ഇതിൽ പുരുഷന്മാരിലായാലും ഈസ്ട്രജൻ്റെ അമിതമായിട്ടുള്ള എഫക്റ്റ് ബ്രസ്റ്റ് ഗ്രന്ഥികളിൽ ഉണ്ടാവുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം നമ്മൾ പുറമേ നിന്ന് ഈ ഒരു ഈസ്ട്രജൻ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹോർമോണിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ചെറുതായിട്ട് റിസ്ക് കൂടുന്നുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല, ഡെഫിനറ്റ്ലി റിസ്ക് കൂടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ന്യൂവർ ആയിട്ടുള്ള കമ്പൈൻഡ് മൊഡാലിറ്റി ആയിട്ടുള്ള ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് അധികം നാളത്തേക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ റിസ്ക് അത്ര അധികം കൂടുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ഡോക്ടറിൻ്റെ ഉപദേശപ്രകാരം മാത്രം ഇങ്ങനത്തെ മെഡിസിൻസ് കഴിക്കണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് നമ്മൾ കുറേ നാളുകൾ കണ്ടിന്യൂ ചെയ്താൽ എന്തായാലും സ്തനാർബുദത്തിനുള്ള റിസ്ക് ചെറുതായിട്ട് കൂട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ പാരമ്പര്യമായി ഇത്തരത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് എങ്ങനെയാണ് ഈ പാരമ്പര്യമായി വരുന്നത് നമുക്ക് കണ്ടുപിടിക്കാനാവുക? അത് ടെസ്റ്റ് വല്ലതുമുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട്? അപ്പോൾ പാരമ്പര്യമായിട്ട് ഇപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യം, എല്ലാവരുടെയും വിചാരം ക്യാൻസർ പാരമ്പര്യമായിട്ടുള്ളൊരു രോഗമാണെന്നാണ്. ഒട്ടും അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരിൽ മാത്രമാണ് ക്യാൻസർ പാരമ്പര്യമായിട്ട് വരാൻ സാധ്യത. ഇപ്പോൾ എല്ലാ ക്യാൻസറുകളും എടുക്കുകയാണെങ്കിൽ 5% മാത്രമാണ് പാരമ്പര്യമായിട്ടുള്ള ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസറിൽ അത് നേരിയ തോതിൽ കൂടുതലാണ്. ഏകദേശം 10% ബ്രസ്റ്റ് ക്യാൻസർ പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 90% പാരമ്പര്യമല്ല. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യതകൾ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്യും. അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരിമാർക്കോ ഒക്കെ ബ്രസ്റ്റ് ക്യാൻസറോ ഓവറിയുടെ ക്യാൻസറോ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത്, അത് ജനറ്റിക് ടെസ്റ്റിംഗ് ആണ്. ജനറ്റിക് കൗൺസിലിംഗ് ചെയ്ത്, ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് ചില മ്യൂട്ടേഷൻസ്, പാരമ്പര്യമായിട്ട് കിട്ടാവുന്ന മ്യൂട്ടേഷൻസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് BRCA1 BRCA2 എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂട്ടേഷനാണ്. ആ മ്യൂട്ടേഷൻ പാരമ്പര്യമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് വരാവുന്ന ബ്രസ്റ്റ് ക്യാൻസർ, ഓവേറിയൻ ക്യാൻസർ സിൻഡ്രോമിൽ വരാവുന്ന ഒരു മ്യൂട്ടേഷനാണ്. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള മ്യൂട്ടേഷൻ. വേറെ മ്യൂട്ടേഷൻസും ഉണ്ട്, പക്ഷേ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഈ BRCA1 BRCA2 എന്നുള്ള മ്യൂട്ടേഷനാണ്. അപ്പോൾ ഈ മ്യൂട്ടേഷൻ നമുക്ക് ജനറ്റിക് കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്ലഡിലോ നമ്മളുടെ കോശങ്ങളിൽ ടെസ്റ്റ് ചെയ്ത് ആ ഹെറിഡിറ്ററി ആയിട്ടുള്ള മ്യൂട്ടേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിസ്ക് കൂടുതലാണ്. അപ്പോൾ അതിനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും നമ്മൾ കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഈ ബെർത്ത് കൺട്രോൾ പിൽസ് ഈ രോഗവുമായിട്ട് ബന്ധം ഉള്ള കാര്യമാണോ? ബെർത്ത് കൺട്രോൾ പിൽസ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഹോർമോണിൻ്റെ നമ്മൾക്കത് കുറേ നാളുകൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ട ഒരു മരുന്നല്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള വളരെ ചെറിയ സമയങ്ങളിലേക്ക് കഴിക്കുകയാണെങ്കിൽ ബെർത്ത് കൺട്രോൾ പിൽസ് കൊണ്ട് നമുക്കധികം റിസ്ക് ഉണ്ടാവുന്നില്ല. പക്ഷേ നമ്മൾക്ക് ലോങ് ടേം ആയിട്ട് കഴിക്കുകയാണെങ്കിൽ, ലോങ് ടേം ആയിട്ട് കഴിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റേതായിട്ടുള്ള സൈഡ് ഇഫക്റ്റുകളുണ്ട്. വളരെ ചെറിയൊരു ശതമാനം കേസിൽ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ചാൻസസ് കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സ്തനാർബുദം കണ്ടെത്തി അതിൻ്റെ ഓരോ സ്റ്റേജും കഴിഞ്ഞു, ചികിത്സിച്ചു ഭേദമായ ശേഷം എങ്ങനെയായിരിക്കണം അതിൻ്റെ ഫോളോ അപ്പും സ്ക്രീനിങ്ങും ഒക്കെ എങ്ങനെയാണ്? ഭേദമായതിനു ശേഷവും നമ്മൾ ഇതിൻ്റെ ചെക്കപ്പുകൾ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പലതരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസറുകളുണ്ട്. പലതരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസറുകൾ, ഇപ്പോൾ ഹോർമോൺ റിസപ്റ്റർ പോസിറ്റീവ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ കുറച്ചും കൂടി നല്ല ഒരു ലോവർ ഗ്രേഡ് ആയിട്ടുള്ള ക്യാൻസറാണ്. നമുക്ക് ഹോർമോണിൻ്റെ ഗുളികകളും എല്ലാം എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഹോർമോൺ റിസപ്റ്റർ നെഗറ്റീവ് ആയിട്ടുള്ളത് നമുക്ക് ഹോർമോണിൻ്റെ ഗുളികകൾ കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. പലപ്പോഴും കീമോതെറാപ്പിയും ഇമ്മ്യൂണോതെറാപ്പി, ആൻറ്റിബോഡി എങ്ങനത്തെ ചികിത്സകളാണ് നമ്മൾക്ക് അതിനകത്ത് വേണ്ടി വരുന്നത്. ഇപ്പോൾ ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്ലോസ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഫോളോ അപ്പ് വേണ്ടി വരും. യൂഷ്വലി നമുക്ക് കൊല്ലത്തിലൊരു പ്രാവശ്യം മാമോഗ്രഫി ചെയ്യേണ്ടതായിട്ട് വരും.
വേറെ വയറിൻ്റെ സ്കാനും ചിലപ്പോൾ കൊല്ലത്തിലൊരു പ്രാവശ്യം യൂഷ്വലി ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. മരുന്നുകളുടേതായിട്ടുള്ള സൈഡ് ഇഫക്റ്റുകളുണ്ടോ, വേറെ അസുഖത്തിൻ്റെ എന്തെങ്കിലും ഇത് കാണുന്നുണ്ടോ, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ക്ലോസ് ആയിട്ട് നമുക്ക് ഫോളോ അപ്പ് വേണ്ടി വരും. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഒരു ഭാഗത്ത് ക്യാൻസർ കണ്ടുപിടിച്ച മാതിരി മറ്റേ ഭാഗത്തും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വന്ന ആൾക്കാരിൽ ആക്ച്വലി കുറച്ചും കൂടി കൂടുതലാണ്. അപ്പം ആ ഒരു കാര്യം വരണം. ഇപ്പം ഈ ഒരു അസുഖം തന്നെ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വേറെ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതകൾ, അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ ഭേദപ്പെട്ടാലും വീണ്ടും വരുവാനുള്ള ചാൻസ് ഉണ്ട്. ഭേദപ്പെട്ടാലും വീണ്ടും വരുവാനുള്ള സാധ്യതകൾ നമുക്ക് ഇനീഷ്യൽ ടൈമിൽ കുറച്ച് കൂടുതലാണ്. നമ്മൾ ഡെഫിനറ്റ്ലി ചെക്കപ്പുകൾ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇനീഷ്യൽ സ്റ്റേജിലുള്ള, ഇപ്പോൾ സ്റ്റേജ് 1 വീണ്ടും വരാനുള്ള സാധ്യതകൾ ചികിത്സകളോടുകൂടി വളരെ കുറവാണ്. പക്ഷേ രണ്ടാമത്തെ സ്റ്റേജിലാണെങ്കിൽ ഒരു 15% ചെറിയൊരു സാധ്യതകൾ വീണ്ടും വരാനുള്ളതുണ്ട്. മൂന്നാമത്തെ സ്റ്റേജിലാണെങ്കിലും ഒരു 20-25% വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഈ ഒരു സാധ്യതകൾ നമ്മൾക്ക് തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ നമ്മൾ ഡെഫിനറ്റ്ലി അതിൻ്റെ റിസ്ക് ഒഴിവാക്കുക, നമ്മളിപ്പം വ്യായാമം ചെയ്യുക. ഈ ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയുടെ സമയത്തും ചികിത്സ കഴിഞ്ഞിട്ടും വ്യായാമം എക്സസൈസും ചെയ്യുന്ന ആൾക്കാർക്ക് റിക്കറൻസ് കുറയുന്നതായിട്ട്, വീണ്ടും വരാനുള്ള സാധ്യതകൾ കുറയുന്നതായിട്ട് പുതിയ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രോപ്പറായിട്ട് ഹോർമോൺ റിസപ്റ്റർ പോസിറ്റീവായിട്ടുള്ള രോഗികളാണെങ്കിൽ ഹോർമോണിൻ്റെ ഗുളികകൾ കഴിക്കുന്നത് വഴിയും എല്ലാം ഈ ബ്രസ്റ്റ് ക്യാൻസറിനായിട്ടുള്ള ഗുളികകൾ കഴിക്കുന്നത് വഴിയായിട്ടും വീണ്ടും വരാനുള്ള സാധ്യതകൾ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പുരുഷന്മാർക്കും ഇങ്ങനെ തന്നെയാണോ? പുരുഷന്മാരിലും നമ്മൾ കാണുന്നത് ഏകദേശം ചികിത്സകളെല്ലാം ഇതേമാതിരി തന്നെയാണ്. പക്ഷേ പുരുഷന്മാരിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും എന്തെങ്കിലും ഒരു തടിപ്പ് വരികയാണെങ്കിൽ പുരുഷന്മാരിലെ സ്ഥലം അത്ര വലുതല്ലാത്തത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തി അത് ഒരു ഏർലി സ്റ്റേജിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പലപ്പോഴും സാധിക്കാറുണ്ട്. അപ്പോൾ പുരുഷന്മാരുടെ കേസിൽ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് കാരണം കൊണ്ട് തന്നെ വളരെയധികം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. പിന്നെ പുരുഷന്മാരിൽ നമ്മൾ കാണാറുള്ളത് കുറച്ചും കൂടി ഹോർമോൺ റിസപ്റ്റർ, ഞാൻ നേരത്തെ പറഞ്ഞു, ഹോർമോൺ റിസപ്റ്റർ പോസിറ്റീവായിട്ടുള്ള സ്തനാർബുദം കുറച്ചും കൂടി മൈൽഡർ സ്തനാർബുദമാണ്. കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. കുറച്ചും കൂടി ലോ ഗ്രേഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ പുരുഷന്മാരിൽ ഹോർമോൺ റിസപ്റ്റർ പോസിറ്റീവ് ആയിട്ടുള്ളതാണ് യൂഷ്വലി നമ്മൾ കാണാറുള്ളത് കൂടുതലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാനും സാധിക്കും. അതോടൊപ്പം ഹോർമോൺ റിസപ്റ്റർ പോസിറ്റീവായിട്ടുള്ളൊരു അസുഖമായത് കാരണം കൊണ്ട് തന്നെ ഒട്ടുമിക്ക മെജോറിറ്റി കേസസും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്ത് ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണുള്ളത്. ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മൾ ഇന്ത്യയെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്ത് തന്നെ ഏത് സ്ഥലത്തും US-ലും അല്ലെങ്കിൽ ജർമ്മനിയിലും കിട്ടുന്ന ചികിത്സാ വിധികൾ ഒരുവിധം എല്ലാ ചികിത്സാ വിധികളും തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ തന്നെ ഒരു 5-6 മാസത്തിനുള്ള അവിടെ ലോഞ്ച് ചെയ്തതിന് അപ്പുറം ഇവിടെ തന്നെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ മെഡിസിൻസും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഏറ്റവും നല്ല നൂതനമായിട്ടുള്ള ചികിത്സ നമുക്ക് ഈ ലോകത്ത് എവിടെ കിട്ടുന്ന ചികിത്സകളും ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേസമയം തന്നെ ഈ രോഗബാധിതർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഇങ്ങനത്തെ ഒരു അസുഖം നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ, ഇപ്പം പലർക്കും ഇതൊരു ഇമോഷണൽ ഡ്രെയിനാണ്. ഇപ്പോൾ ഈ ഒരു അസുഖം കണ്ടുപിടിക്കുന്നു പലപ്പോഴും നമ്മുടെ OP-യിൽ വന്നിട്ട് പറയാറുള്ള ഒരു കാര്യം, ഞങ്ങളുടെ ഫാമിലിയിൽ ഇതാദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. അതോടുകൂടി തന്നെ അവർ ഇപ്പം ഈ ഒരു ക്യാൻസർ എന്നൊരു അസുഖം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾക്കിപ്പോഴും ഇത്രയധികം ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റാണ് നമ്മൾ കേരളത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ്സ് ഉള്ള ഒരു സ്റ്റേറ്റാണ്. എല്ലാവർക്കും ക്യാൻസറിനെ കുറിച്ച് അറിയാം. പക്ഷേ ക്യാൻസർ എന്നുള്ളൊരു അസുഖം കാണുമ്പോൾ തന്നെ എല്ലാവരും എല്ലാവരുടെ വീട്ടിലും ഉള്ളത് ഇനി ഹോപ്പൊന്നുമില്ല, നമുക്കിനി ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്താഗതി കുറേ ആൾക്കാരിലുണ്ട്. എല്ലാവരിലും ഉണ്ടെന്നല്ല, കുറേ ആൾക്കാരിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ചികിത്സയ്ക്ക് വരാതിരിക്കുന്ന ഒരു അവസ്ഥയും നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ കാണാം. പലരും ഈ ഒരു തടിപ്പ് കാണുമ്പം ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരാണ്ടിരിക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഇതെങ്ങാനും ക്യാൻസർ ആയാലോ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം ഇത് ക്യാൻസർ ആണെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കണം എന്നുള്ള ചിന്തയല്ല പലപ്പോഴും. ക്യാൻസർ ആണെങ്കിൽ പിന്നെ ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്ത മനസ്സിൽ. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ക്യാൻസർ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ആണെങ്കിൽ
ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 90-95% കേസസിലും നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ക്യാൻസറാണ്. അപ്പം ഇത്രയധികം ക്യൂർ റേറ്റ്സ് ഉള്ള ക്യാൻസർ നമുക്ക് തുടക്കത്തിലേ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സാവിധിയായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിപ്പം ഒരു രോഗത്തിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ രോഗിയുടെ അടുത്തും ആ വീട്ടുകാരുടെ അടുത്തും പറയുമ്പോൾ അവരുടെ ആ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു അപ്രോച്ചിനെ നമ്മൾ വളരെയധികം മാനിക്കേണ്ടതുണ്ടെന്ന് വെച്ചാൽ ആ സമയത്ത് എല്ലാവരും വളരെയധികം അപ്പോൾ ആദ്യത്തെ ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച അവരുടെ അസുഖം സെറ്റിൻ ചെയ്യാൻ സമയം കൊടുത്ത് അവരൊരാഴ്ച വീട്ടിലൊക്കെ ഡിസ്കസ് ചെയ്ത് പിന്നെ വന്ന് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അവർ കുറച്ചും കൂടി അവർക്ക് ഈ ഒരു കാര്യം കുറച്ചും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ യൂഷ്വലി ചെയ്യാറുള്ള കാര്യം ഇപ്പം കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ ഒരു രോഗത്തിൻ്റെ ചികിത്സയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ തന്നെ ചികിത്സിച്ച് ഭേദമായിട്ടുള്ള രോഗികൾ പലരും ഉണ്ട്. അപ്പം യൂഷ്വലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇവരുടെ ഒരു സംഘടന രൂപപ്പെടുത്തി പുതിയതായിട്ടൊരു അസുഖം വരുമ്പോൾ ചികിത്സിച്ച് ഭേദപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ഏത് ഡോക്ടർ സംസാരിക്കണേക്കാട്ടും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് ചികിത്സിച്ച് ഭേദപ്പെട്ട ആൾക്കാർ പുതിയ രോഗികളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ശൃംഖല നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഇവർക്ക് ചെയ്യാവുന്ന ഏറ്റവും ഈ ഇമോഷണലായിട്ടുള്ളൊരു സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ചികിത്സയിലൂടെ മുന്നോട്ട് വന്ന് ചികിത്സ കഴിഞ്ഞ് ഈ ഒരു അസുഖത്തെ തോൽപ്പിച്ച ആൾക്കാർക്ക് ഈ പുതിയതായിട്ട് രോഗം കണ്ടുപിടിച്ച ആൾക്കാരെ വളരെയധികം സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളൊരു കാര്യം. പലപ്പോഴും ഈ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ഇതിൽ വരുമ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അസുഖമാണെങ്കിൽ നമ്മൾ ബയോപ്സി എടുക്കാൻ വരുമ്പോൾ തന്നെ ചിലർ പറയുന്നൊരു കാര്യമാണ്, ഡോക്ടറെ ക്യാൻസർ ആണെങ്കിൽ ഞാൻ ചികിത്സിക്കില്ല, ഞാൻ പോകും. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഒക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ട പല രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സും ചോദിക്കുന്നൊരു കാര്യമാണ്, ഡോക്ടറെ ക്യാൻസർ ആണല്ലോ നമ്മളിനി ചികിത്സിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പം നമ്മൾക്ക് ചെയ്യാവുന്നൊരു കാര്യം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇന്ന ചികിത്സാ വിധികളാണ് നമുക്ക് വേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഒരു ചികിത്സയിലൂടെ മുന്നോട്ട് പോയ രോഗികളെ നമുക്ക് ഇവരുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഇവരുടെ പകുതി ടെൻഷനും പകുതി ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന PHC ശൃംഖലകളിലൂടെ എല്ലാവരുടെ വീടുകളിലും വന്ന് ഈ ഒരു അസുഖമുള്ള ആൾക്കാരെ അവരും സപ്പോർട്ട് ചെയ്യാനുണ്ട്. പരമാവധി മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് PHCകളിലൂടെ പല മെഡിസിൻസും നമുക്ക് ഹോർമോണിൻ്റെ ഗുളികകളും വേദന സംഹാരികളും ഇങ്ങനത്തെ മരുന്നുകളെല്ലാം നമുക്ക് പലതും കൊടുക്കാൻ പറ്റും. വീട്ടിൽ വന്ന് അവർക്ക് ഇടയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാനും അവരുടെ ബാക്കി ടെസ്റ്റുകൾ ചെയ്യാനും എല്ലാം ചെറിയ രീതിയിൽ നമുക്ക് ഈ ഒരു ഹെൽപ്പും കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അത് നമ്മുടെ നാട്ടിൽ ഈ ഒരു ചികിത്സ കഴിഞ്ഞ ആൾക്കാരുടെ ഒരു ശൃംഖല രൂപപ്പെടുത്തി അത് ഈ ഒരു പുതിയ ആൾക്കാരിലെ നമുക്ക് ചികിത്സയുടെ വഴി കൊടുക്കാനും ചികിത്സ എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാനും ചികിത്സയുടെ സൈഡ് ഇഫക്ട്സുകൾ പറയാനും ഒരുപക്ഷെ ഡോക്ടറേക്കാൾ ഏറെ ചികിത്സ കഴിഞ്ഞ ആളുകൾ പറയുന്നത് കൊണ്ട് വളരെയധികം ഗുണം കിട്ടും. അപ്പം ഈ ഒരു അസുഖത്തിന് അവർക്കും എതിരിടാനുള്ള ഒരു ശക്തി ചികിത്സിച്ച് ഭേദമായവരിലൂടെ അവർക്ക് കിട്ടുന്നതാണ്. ഗുണകരമായ വിവരങ്ങളും അതോടൊപ്പം പ്രേക്ഷകർക്കായി അവബോധവും നൽകിയതിന് താങ്ക് യു ഡോക്ടർ. ലൈഫ് ലൈൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.